പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഗോതമ്പ് പൊടിയും തേങ്ങയും വെച്ച് വെറും 5 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ആവിയിൽ വേവിച്ചെടുത്ത് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി പലഹാരമാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അതിനുവേണ്ടി ഒരു പാൻ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടോ. കൂടുതൽ ചേർത്ത് കൊടുത്താൽ അത്രയും ടേസ്റ്റി ആയിരിക്കും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കണം. ഇപ്പോൾ ഇതൊന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ള നെയ്യിലേക്ക് നമുക്ക് 1.5 കപ്പോളം ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. ആ ഒരു ചൂടോട് കൂടെ തന്നെ നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം. ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. ഒരുപാട് സമയമൊന്നും പിടിക്കില്ല, പെട്ടെന്ന് തന്നെ ഇത് വറവായി കിട്ടും. വറവായി വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ അവിടെ നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ ഗോതമ്പ് പൊടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പാകത്തിനുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. തേങ്ങ എത്രത്തോളം ചേർത്ത് കൊടുക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ സ്നാക്ക് കഴിക്കാൻ. ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളം ചിരവിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിരുന്ന തേങ്ങാക്കൊത്തുണ്ടല്ലോ, അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3 ഏലക്കായ എടുത്ത് അതിൻ്റെ തൊലി കളഞ്ഞ് കുരു ഒന്ന് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് നമുക്കൊരു തവി വെച്ച് ആദ്യം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തവി വെച്ചോ കൈ വെച്ചോ ഒക്കെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഗോതമ്പ് പൊടിയും തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്ന രീതിയിൽ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറഞ്ഞ ചേരുവകൾ വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരപ്പാനിയാണ്. ഞാൻ ഒരു 2 അച്ച് ശർക്കര 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചൊന്ന് ഉരുക്കി മാറ്റി വെച്ചിരുന്നതാണ്. അത് നമുക്കൊന്ന് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട, കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. നമുക്ക് ഈ മാവ് ഒരുപാട് ലൂസായി പോകരുത്. ഒരുപാട് ലൂസല്ല, എന്നാൽ കയ്യിലൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവുണ്ടല്ലോ, അത്രയും ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് ഈ മാവ് വേണ്ടത്. ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള ശർക്കരപ്പാനി മുഴുവനായിട്ട് തന്നെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. മാവ് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവായിരിക്കും കേട്ടോ. അങ്ങനെയാണ് നമുക്കിത് വേണ്ടത്. നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യോ അതല്ലെങ്കിൽ ഓയിലൊക്കെ ഒന്ന് തടവി കൊടുത്താൽ മതി. നല്ല പോലെ കൈവച്ച് കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി ഇതെല്ലാം ഒന്ന് കുഞ്ഞു ബോൾസുകളാക്കി എടുക്കണം. അങ്ങനെ എല്ലാ മാവും ഞാൻ ഇതുപോലെ കുഞ്ഞു ബോൾസുകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ഇഡ്ഡലി ചെമ്പിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഇഡ്ഡലി തട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ബോൾസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുത്താൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പൊടിയും തേങ്ങയൊക്കെ വെച്ചിട്ടുള്ള 4 മണി പലഹാരം റെഡിയാവും.
ചൂടോടുകൂടി ചായക്കൊപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്നാക്ക് കഴിക്കാൻ. അപ്പം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.